ഈ തുണ്ടി. ഹലോ, കാര്യം പറയണം. എടീ, ഞാനിവിടെ വില്യം സാറിന് ഒരു ഓഡിഷന് വേണ്ടി വന്നതാ. പിന്നെ നീ പോകുന്നിടത്തല്ല എന്നെ കുറിച്ച് പറയാറുണ്ടല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. 500 രൂപ ഒന്ന് പോയടാപ്പ. ഇങ്ങോട്ട് വരാനുള്ള കാശ് തന്നെ അമ്മയുടെ അരിക്കലത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഒരു സൈൻ വേണേ. ആ വിഷ്ണു, നീ ഇവിടെ കയറിയാ? സാർ വന്നോ? ഇല്ല, സാറും കൊണ്ട് വേണം. എന്നാ പരിപാടി നടക്കട്ടെ. അതേ ചോദ്യങ്ങൾ, ഒരു വ്യത്യാസവും ഇല്ല. ആ താര, താനും ഉണ്ടോ? ആ വാ ഇരിക്ക്. കമ്പനിക്ക് ആളെ കിട്ടി. വയനാട് ഒരു ഓഡിഷന് പോയായിരുന്നല്ലോ, എന്തുവായി? ഓ, ചെറിയൊരു വേഷം കിട്ടി, പക്ഷേ ഞാൻ ചെയ്തില്ല. അതൊരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല. സാർ വരൂ സാർ. ചളിയാണോ? ചളിയല്ല, ചാണകം. നീ ആ താര സുഖാണോ? സുഖാണ്. നമസ്കാരം. കൊറേ പിള്ളേരുണ്ടല്ലോ. അച്ചായനെ കണ്ണ് തള്ളിന്നാ തോന്നുന്നു. ആ ഡോറ് തുറന്നു. ആ ചെക്കന്മാരെ ലീസ്റ്റ് ഒന്നും കൊണ്ട് വെച്ചിട്ടില്ലേ? ഡോറൊന്ന് തുറന്നു കൊടുക്ക്. ചെല്. ആ സാറേ, സാറിന് കൊടുക്കും. ആ കൊണ്ട. ഇത് കുറേ ഉണ്ടല്ലോ. ആ സാർ, അത്യാവശ്യം. ആ സാറിപ്പോ സംസാരിച്ച പെണ്ണേതാ? അവളേറില്ലേ? ഇല്ല, അറിയാൻ മാത്രം വിളന്താ അത്ര വലിയ സംഭവാ. ആരത്? അവളാണ് നയൻതാര. നയൻതാരയോ? അതൊരു സിനിമ നടിയല്ലേ? അവള് വേറെ, ഇത് വേറെ. ഓ, മലയാളത്തിലെ നയൻതാര. ഇവക്കിപ്പോ പേര് തന്നെ ഇവക്ക് പാരയാവുന്ന നോക്കിക്കോ. പക്ഷേ അവളെ അച്ഛനെ സാറ് ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. അതേതാ മുതല്? വിജയകൃഷ്ണൻ VK. ഏത്? ആ പഴയ ഡയറക്ടർ? അല്ല, അങ്ങനെ ഒരാളുണ്ടോ? ആ 10-15 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. 2 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊഡ്യൂസറും ഇയാൾ തന്നെയായിരുന്നു. പടം വിജയിച്ചു, പക്ഷെ കൂടെ ഉള്ളവർ ചതിച്ചു. പിന്നെ എന്ത് പറയാനാ, രണ്ടാമത്തെ പടത്തോടു കൂടി കടവും കയറി അങ്ങേരെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആണോ? അല്ല, അവളെ എങ്ങനെ സാറിന് പരിചയം? പണ്ടേയുള്ള പരിചയ. ഞാൻ ഈ ചാൻസ് തേടി നടക്കുന്ന കാലത്ത് അറിയാം. അപ്പൊ ഇവള് കുറെ കാലമായി നടത്താൻ തുടങ്ങിയിട്ട് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ ഒരു ചാൻസ് ഒന്നും കിട്ടിയില്ല. കിട്ടി, 1-2 പടത്തിലൊക്കെ അഭിനയിച്ചു. എന്താ പ്രശ്നം വെച്ചാലേ, കക്ഷി നേരെ വാ നേരെ പോകുന്നുള്ള പാർട്ടിയാ. പരിപാടി നമ്മൾ ഉദ്ദേശിച്ച മാറ്റി നടക്കും. പരിപാടിയൊന്നും വേണ്ട, നമുക്ക് അവളെ നായികയാക്കാം. പക്ഷേ ഒരു 10 ലക്ഷം ഒന്ന് ഇറക്കാൻ പറയണോ? അതിപ്പോ ഇങ്ങനെ ചോദിക്കും. അവളെ കൊണ്ട് 10 നടക്കൂ. കടം വാങ്ങിയാ പോരെ? കാണാൻ നല്ല രസമുള്ളുണ്ട്. ചുമ്മാ ഒന്ന് കണ്ണിറുക്കി കാണിച്ചാൽ ആരായാലും കാശറിയും. അത് ശരിയാ ചായ, നിങ്ങൾ എന്നൊന്ന് കണ്ണിറുക്കി കാണിച്ചാൽ മതിയല്ലോ. കൺട്രോളറേ, ഉമ്മ കിട്ടൂതല്ലേ? ഓ, ഒന്ന് ചുമ്മാ പറഞ്ഞതാണപ്പാ. നിങ്ങൾ ഈ അച്ചായന്റെ കയ്യിൽ നിന്ന് എന്താ വാങ്ങിക്കൂട്ടോ. രവി, നീ അവളെ വിളിക്ക്. ആ ശരി. വന്നു. ആ ഡോറൊന്ന് തുറന്നു കൊടുക്കുന്നു. ആ വാ ആരായിരിക്കും? ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ്. നമസ്കാരം. ഞാൻ റഫീഖ്, ക്യാമറ. എന്നെ പിന്നെ അറിയാലോ. ആ, ഇയാള് നമ്മളെ ഫ്രണ്ടാ, കോശി. ഒരു പാവം കർഷകൻ. ഞാനെന്താ അഭിനയിച്ച് കാണിക്കേണ്ടത്? ഒന്നും വേണ്ട, താൻ നല്ലോണം അഭിനയിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഈ സിനിമ ശരിക്കും നായിക പ്രാധാന്യമുള്ളൊരു പടമാണ്. പ്രത്യേകിച്ച് നായകനില്ല. അതുകൊണ്ട് തന്നെ പുതുമുഖം മതി എന്നാ ഡയറക്ടർ. താര ഞങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ അതിനു മുമ്പ് മോള് ചെറിയൊരു കാര്യം ചെയ്യാം. മോളെ, ഒരു 10 ലക്ഷം റുപ്യ മോളിനത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊരു ബിസിനസ്സായി കണ്ടാൽ മതി. എന്തിനും ഒരു മൂലധനം വേണമല്ലോ. എല്ലാവരും രക്ഷപ്പെടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ. നല്ല ചാൻസാ. ഇതിലെന്താ എത്ര ചിരിക്കാൻ? നീ എന്താ ആളെ കളിയാക്ക ആണോ? സോറി സർ, പെട്ടെന്ന് അറിയാതെ ചിരിച്ചു പോയതാ. ഈ 10 ലക്ഷം ഒന്നും എന്നെ കൊണ്ട് കൂടിയാൽ കൂടില്ല. അതൊന്നും നടപടിയാവില്ല സർ. തൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആവും ഇത്. വിട്ടുകളയണ്ട.
സാറേ ഈ 10 ലക്ഷം കിട്ടിയാൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെറിയൊരു പടം ചെയ്തേനെ. അതുണ്ടാക്കാനുള്ള വഴി എനിക്കറിയാൻ മേലാത്തോണ്ടാ. ഞാൻ കടം തരാം. ഒറ്റ രാത്രി കൂടെ പോന്നാ മതി. ആ പൈസ സാറിൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ മതി. മോളെ, നീ ഞാൻ എന്താണോ പറഞ്ഞേ? എനിക്ക് തോന്നിയത് പറയും. നീ ആരുടെ ചോദിക്കാൻ? അത് തന്നെ വീട്ടിൽ പോയി പറയണോ? ചേലക്കാണ്ട് ഏതൊരു പോളിപ്പാട്ട്. മോളെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞോ തെണ്ടി. എന്റെ വള്ളു പോയത്. താരാ എന്തോ ഒരു ഞരമ്പന്മാരെ ഇറങ്ങിക്കൊള്ളും സിനിമ പിടിക്കാൻ. ഹലോ, സോറി, ഞാനൊരു ഓഡിഷനിലായിരുന്നു. ഫോൺ ഇപ്പോഴാണ് നോക്കിയത്, സൈലൻറ്റിലായിരുന്നു. ആ, മറ്റേ പള്ളിയുടെ അടുത്തുള്ള കോഫി ഷോപ്പല്ലേ? ഓക്കെ, 10 മിനിറ്റ്, ഞാനിപ്പോൾ അവിടെ എത്താം.